നിവിൻ പോളി എന്ന സിനിമാ നടനെതിരായി നേരിമംഗലം സ്വദേശിനി തന്നെ പീഡിപ്പിച്ചു എന്ന് പോലീസിൽ പരാതി കൊടുത്തു. കേസ് രജിസ്റ്റർ ചെയ്തു. ദുബായിൽ വെച്ച് ആണ് കൂട്ടബലാത്സംഗത്തിന് താൻ ഇരയായത് എന്നും 3 ദിവസം ഒരു ഹോട്ടലിലും പിന്നെ ഒരു ഫ്ലാറ്റിലും പൂട്ടിയിട്ട് പീഡിപ്പിച്ചു എന്നാണ് ആ സ്ത്രീ പരാതി കൊടുത്തത്. അത് അടുത്ത ദിവസം, പരാതിയുടെ അടുത്ത ദിവസം തന്നെ നിവിൻ പോളി ആ പരാതി നിഷേധിച്ച് പ്രസ് കോൺഫറൻസ് നമ്മൾ കണ്ടു. ഇന്നിപ്പം പുതിയ വാർത്ത വരുന്നത് വിനീത് ശ്രീനിവാസൻ പറയുന്നത് ആരോപണ സമയം ആ ദിവസങ്ങളിൽ 2021 ഡിസംബർ 14-15 ദിവസങ്ങളിൽ നിതിൻ എൻ്റെ കൂടെ ഉണ്ടായിരുന്നു. എറണാകുളത്ത് ന്യൂക്ലിയസ് മാളിലും അതുപോലെ തന്നെ അവിടെ ക്രൗൺ പ്ലാസയിലും ഷൂട്ടിങ്ങിൽ ഫുൾ ടൈം തൻ്റെ ഒപ്പം ഉണ്ടെന്നാണ് വിനീത് ശ്രീനിവാസൻ പറയുന്നത്. ആ ദിവസങ്ങളിൽ ആണ് വിദേശത്ത് വെച്ച് പീഡിപ്പിച്ചെന്ന് പറയുന്നത് ഒരിക്കലും പൊരുത്തപ്പെടുന്നില്ല. ഓപ്പണായിട്ട് വിനീത് ശ്രീനിവാസൻ ആ കാര്യം വെളിപ്പെടുത്തിയിരിക്കുന്നു. അത് കറക്റ്റ് ആണെങ്കിൽ നല്ലൊരു കൗണ്ടർ പോയിന്റ് ആണ്. പക്ഷേ അതൊന്നും ചിലപ്പം ഇത്രയും ദിവസങ്ങൾ കഴിഞ്ഞു, ദുബായിലെ പീഡനത്തിന് വിധേയമായ സ്ത്രീയാണ്, ഡേറ്റ് ചിലപ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടും മാറാം. പക്ഷെ ദുബായിൽ ഇവർ പോയിട്ടുണ്ടോ? അവരുടെ പാസ്പോർട്ടിനകത്ത് ദിവസം ഉണ്ട്. ആ ദിവസം ഇവരവിടെ ദുബായിൽ നിന്ന ദിവസങ്ങളിൽ നിവിൻ പോളി അവിടെ ഉണ്ടായിരുന്നു. ഇത് വളരെ പ്രസക്തമായ കാര്യങ്ങളാണ്. അത് ഇവിടുത്തെ അന്വേഷണ ഉദ്യോഗസ്ഥന് ദുബായിൽ പോയെങ്കിൽ മാത്രമേ അതിൻ്റെ വിവരങ്ങൾ ലഭിക്കുകയുള്ളൂ. ഇവരുടെ കയ്യിൽ ഇനി ഏതൊക്കെ ഡിജിറ്റൽ എവിഡൻസ് ഉണ്ട് എന്ന് നമുക്കറിയത്തില്ല. ഏതായാലും നിവിൻ പോളി അത് ശക്തിയുക്തം എതിർത്തു. ഈ സ്ത്രീയെ അറിയില്ല എന്ന് പറഞ്ഞു, അവരെ കണ്ടിട്ടില്ല എന്ന് പറഞ്ഞു. നിവിൻ പോളിയുടെ പ്രൊഡ്യൂസറും ശ്രേയ എന്ന സ്ത്രീയും കുട്ടനും ബഷീറും അങ്ങനെ 3-4 പേര്, ബീന എന്ന സ്ത്രീയും ഈ പീഡന സമയത്ത് അവിടെ ഉണ്ടായിരുന്നെന്നും അവർ കൂട്ടബലാത്സംഗമാണ് നടത്തിയതെന്നുള്ള ഒരു ആരോപണമാണ് ആ നേര്യമംഗല സ്വദേശിനി നിവിൻ പോളിന് എതിരായിട്ട് ഇപ്പോൾ പരാതിയായിട്ട് കൊടുത്തിരിക്കുന്നത്. എന്തായാലും നിവിൻ പോളി അത് നിഷേധിച്ചു. നല്ല കാര്യം. അങ്ങനെ ഒരു സംഭവം ഉണ്ടായിട്ടില്ല, അവരെ അറിയില്ല. അതിനെ സബ്സ്റ്റാൻഷിയേറ്റ് ചെയ്യാൻ ഇപ്പോൾ ഒരു അഡീഷണൽ എവിഡൻസസ് വന്നിരിക്കുന്നത് വിനീത് ശ്രീനിവാസനാണ്. രണ്ടുപേരും സുഹൃത്തുക്കളാണ്. രണ്ടുപേരും ആ സമയത്ത് ഡിസംബർ 14-15 ദിവസങ്ങളിൽ എറണാകുളത്ത് തന്നെയുണ്ട്. അതുപോലെ തന്നെ മറ്റൊരു ഷൂട്ടിങ്ങിനായിട്ട് 1-ാം തീയതി ഡിസംബർ 1, 2, 3 തീയതികളിൽ മൂന്നാറിലായിരുന്നു നിവിൻ പോളി എന്നും വിനീത് ശ്രീനിവാസൻ പറയുന്നുണ്ട്. 1, 2, 3 ശേഷം ഈ 14-15 മുമ്പ് ഇടയ്ക്കുള്ള ഗ്യാപ്പിൽ ദുബായി പോയിട്ടുണ്ടോ? അതിന് ശേഷമാണോ പോയിരിക്കുന്നത്? എന്തായാലും ഡേറ്റ് അങ്ങോട്ടും ഇങ്ങോട്ടും ചിലപ്പോൾ ഒന്ന് മാറിപ്പോകാം. പക്ഷേ ആ പറഞ്ഞ സ്ഥലങ്ങളിലെ രണ്ടുപേരും ഒരേ സമയത്ത് ദുബായിലുണ്ടോ? പാസ്പോർട്ട് മാത്രം മതി, അതിനകത്ത് എൻട്രി ഉണ്ടാവും. ആ ഹോട്ടലിലെ CCTV ദൃശ്യം ലഭിച്ചാൽ അവിടുന്ന് രണ്ടുപേരുടെയും ദൃശ്യങ്ങൾ കാണാം. അവിടുത്തെ ആ പറയുന്ന ആരോപണം പറയുന്ന ദിവസത്തിലെ ഹോട്ടലിലും അവിടുത്തെ ഫ്ലാറ്റിലും ആ സിനിമാ നടന്റെയോ അല്ലെങ്കിൽ ആ പ്രൊഡ്യൂസറെയോ സിനിമയായിട്ട് ബന്ധപ്പെട്ട ആരുടെയെങ്കിലും പേരിലോ അവിടെ ഒരു എൻട്രി വന്നിട്ടുണ്ടോ ഇല്ലോ എന്നൂടെ നോക്കും. ഏതായാലും അങ്ങനെയുള്ള കാര്യങ്ങൾ ഇവിടുന്ന് അന്വേഷണ ഉദ്യോഗസ്ഥൻ ദുബായി പോയി നോക്കിയെങ്കിലേ പറ്റുകയുള്ളൂ. അതുകൊണ്ട് ഇപ്പോഴത്തെ കൗണ്ടർ എന്തായാലും നിവിൻ പോളി നിരപരാധിയാണ്, തീർച്ചയായിട്ടും ഒരു കേസിനകത്ത് ഉൾപ്പെടുത്താൻ പറ്റില്ല. അദ്ദേഹത്തിന് എതിരായിട്ടുള്ള കർശനമായ ആരോപണം വന്നിരിക്കുന്ന കൂട്ടബലാത്സംഗമാണ്. 376D ആണ്. അത് ലൈഫ് ഇംപ്രിസ്മെന്റ് മാത്രമല്ല, ലൈഫ് ലോങ് കൺവിഷനായിട്ടും പോകാൻ സാധ്യതയുള്ള വകുപ്പുകൾ തന്നെയാണ്. പക്ഷേ ഇപ്പോഴത്തെ അദ്ദേഹം ശക്തിയുക്തം എതിർത്തു. നിരപരാധിയെങ്കിൽ ഒരിക്കലും ഇതുപോലെ അദ്ദേഹത്തിനെ പീഡിപ്പിക്കാൻ പാടില്ല എന്നുള്ള വസ്തുത നിലനിൽക്കുന്നു. പക്ഷേ ഒരു സ്ത്രീ അങ്ങനെ പറയുമോ ഇല്ലയോ എന്നുള്ളതാണ്. ഡേറ്റിന് ചിലപ്പം പ്രശ്നം വരാൻ സാധ്യതയുണ്ട്. ചിലപ്പം
പക്ഷേ ഈ 2 ദിവസങ്ങളിൽ രണ്ടുപേരും അവിടെ ഉണ്ടായിരുന്നു. പ്രാഥമികമായി പോലീസ് നോക്കുന്ന കാര്യങ്ങൾ അതാണ്. ഇതിന് കൗണ്ടറായിട്ട് ഇത് കള്ളക്കേസാണ് എടുക്കുന്നത് പറഞ്ഞാൽ അവരെ പ്രോസിക്യൂട്ട് ചെയ്യാനുള്ള അവകാശം നിവിൻ പോളിക്കുണ്ട്. അതിനൊരു കംപ്ലൈന്റ് പ്രത്യേകം കൊടുക്കാം. പക്ഷേ ഈ പറഞ്ഞിരിക്കുന്ന കേസ് പോലീസ് അന്വേഷിച്ച് അതിനകത്ത് കഴമ്പുണ്ടോ ഇല്ലയോ എന്ന് കണ്ടെത്തും. കഴമ്പില്ലെങ്കിൽ അത് റെഫർ ചെയ്യും. റെഫർ ചെയ്ത് കഴിഞ്ഞാൽ നിവിൻ പോളിക്ക് അവരെ മലീഷ്യസ് ആയ പ്രോസിക്യൂഷന് അവർക്കെതിരായിട്ട് നടപടിയും എടുക്കാം.